സയ്യിദുനാ ജാബിർ തങ്ങൾ ഹബീബായ തങ്ങളോട് ചോദിക്കുന്നുണ്ടല്ലോ, ഹബീബായ നബിയെ, ആദ്യമായി അല്ലാഹു തആല ഈ ലോകത്ത് സൃഷ്ടിച്ച വസ്തു എന്താണെന്ന് പറയുമ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, നൂറു നബിയിക യാ ജാബിർ. മോനെ ജാബിറെ, നിന്റെ നബിയാകുന്ന എൻ്റെ നൂറിനെയാണ് അള്ളാഹു ആദ്യമായി പടച്ചതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നൂറുൽ അളമായ തങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും നിയലില്ല. കാരണം ലിഅന്നഹു കാന നൂറാ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നൂറായതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു സമയത്തും ഒരു സെക്കൻഡും ആ ഹബീബായ തങ്ങൾക്ക് നിയലില്ല. ഇതാണ് അഹ്ലുസുന്നയുടെ ആദർശം. എത്താ സുനീറപ്പത് നൗഷാദ് പറഞ്ഞാക്കെന്താ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറു മുബാറക്കിൽ അത്ര വർറ്റപ്പം നേല് കണ്ടുന്ന്. ഷാറു മുബാറക്കാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് കാണിച്ചു. ഞങ്ങൾക്ക് ആദ്യം ഒരു ഷാറു മുബാറക്ക് എടുത്തു, എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുള്ളത്. അൽഹംദുലില്ലാഹ് അവിടെ പോയപ്പോൾ നമുക്കും അതിന് ഭാഗ്യം ലഭിച്ചു. ഷാറു മുബാറക്കിൽ അത്രങ്ങൾ ഒഴിച്ചു കൊടുത്തു. അപ്പൊ അത്രയുണ്ട് അതിന്റെ മേലിൽ. അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. അപ്പൊ ഇങ്ങനെ നേല് കാണുന്നു. അദ്ദേഹം ചോദിച്ചു, നേലില്ലേ? ഉണ്ട്. അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നവരുണ്ട്, നേല് വന്നതാണ്. അനിയൻകുട്ടി മൂപ്പറാക്കെന്തെന്ന് പ്രസംഗിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും നേലുണ്ടായിട്ടില്ല. ഒരിക്കലും നേലുണ്ടാവില്ല. അന്നഹു കാന നൂറ, അവിടുന്ന് നൂറാന്നാ പറഞ്ഞേ. ആ നൂറിനെ മറച്ചു വെക്കാൻ പറ്റിയ ഏത് അത്ര ചങ്ങായിമാരുള്ളത്? ഒരത്രാണ് വരച്ചുമ്പോത്തിന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് മറക്കാൻ കഴിയുമോ? അനിയൻകുട്ടി ചോദിക്കാണ്. അതിന് മറുപടി കൊടുക്കിങ്ങള്. ഏട്ടൻകാക്കപ്പോ കുടുങ്ങല്ലേ ഈ കോലത്തിലാണെങ്കിൽ. ഫസ്റ്റ് തന്നെ ഒരു വേദി കൊടുത്തേനി, അതാകെ കൊളാക്കി. എന്താ ചെയ്യാ? ആദ്യം തന്നെ ഏട്ടൻകാക്കാനെ പിടിച്ചാണ്ട് ഒരൊറ്റ അടിയാ കൊടുത്തേ അനിയൻകുട്ടി. എന്താ പഞ്ഞി ചെയ്യാ?